ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ പെസഹ വ്യാഴായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അപ്പച്ച, അതായത് ഞങ്ങളുടെ പപ്പാൻ്റെ പപ്പ നമ്മുടെ പെസഹ അപ്പം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പച്ചയും പപ്പുമ്മയും ഞാനും മുത്തും റിച്ചുവും പപ്പയും അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് പള്ളിയിലോട്ട് പോവാണ്. ഇന്ന് പെസഹ വ്യാഴമാണ് കേട്ടോ. പപ്പയൊക്കെ ഫ്രണ്ടിലോട്ട് കയറിപ്പോയി കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ വീട്. കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ കാണിച്ചത്. ഹോം ടൂർ ഞാൻ ചെയ്യാം. ഫ്രണ്ടിൽ കയറിപ്പോയി ഗായ്സ്. ഇവിടെ നിൽക്കുകയാണ്. അമ്മ ഒരു ഹായ് കാണിക്ക്. കുറേ പേരുണ്ടായിരുന്നു, നല്ല ജനമായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങളിന്ന് ഇട്ടില്ലായിരുന്നു കേട്ടോ, കാരണം എൻ്റെ പപ്പാൻ്റെ അമ്മ മരിച്ചു. അതുകൊണ്ട് ഞങ്ങളിന്ന് ഇടാൻ പോയില്ലായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ പൂങ്കാവളിയാണ് കേട്ടില്ല. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഉണ്ടായിരുന്നു. അവരെന്തോ പറയുമായിരുന്നു കേട്ടോ, അമ്മയും മൊത്തം കൂടി. അപ്പോൾ ഇത് ഇന്നെടുത്ത വ്ളോഗായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനും പപ്പമ്മയും മാത്രമേ ഉള്ളായിരുന്നു ഗൈസ്. ബാക്കി ഉള്ളവരൊക്കെ ഫ്രണ്ടിൽ കയറിപ്പോയി. അപ്പോൾ എല്ലാവരും ഫ്രണ്ടിൽ കയറിപ്പോയി. ഞാൻ റിച്ചപ്പനെ കാത്തിരുന്ന് ബോറടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. അവൻ വീട്ടിൽ ഇരുന്ന് ചെരുപ്പാണ് ഇട്ടത്. അതുകൊണ്ട് അമ്മ അവനെ ഓടിച്ചു വിട്ടു. ഗൈസ് കണ്ടില്ല, അവൻ ചെരുപ്പിട്ടിട്ട് ഓടി വരുമായിരുന്നു കേട്ടോ ഗൈസ്. എല്ലാ അപ്പച്ചയും വരുന്നുണ്ട്. വണ്ടി കയറിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് പള്ളിയിൽ പോവാം. നമ്മൾ നേർച്ചക്കഞ്ഞി കുടിക്കാൻ പോവാണേ. കഞ്ഞി കുടിക്കുന്ന വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല, അത്രക്ക് തിരക്കായിരുന്നു കേട്ടോ കേസ്. അതുകൊണ്ട് ഞങ്ങൾ കഞ്ഞി വേവിക്കുന്നതൊക്കെ പിടിപിടുത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കേട്ടല്ലേ. പപ്പയെ റിച്ചൊരു ഫ്രണ്ടിൽ കയറി പോയി കേട്ടോ കേസ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഏറ്റവും ബാക്കിലായി പോയിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ താമസിച്ചു പോയി ഗൈസ്. ഞാൻ കാര്യം പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ. പിന്നെ ഞങ്ങൾ മോരും വെള്ളം കുടിക്കാനായിട്ട് പോയി കേട്ടോ. ഞങ്ങളുടെ പള്ളിയിൽ നേരെ തന്നെ പൂങ്കാവുള്ളിയുടെ നേരെ തന്നെ സൗജന്യമായിട്ട് മോരും വെള്ളം കൊടുക്കുന്ന ഒരു വിതരണമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കുടിക്കാനായിട്ട് പോയായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പം അല്ലേ ഗൈസ്, ഞങ്ങളിത് വീടെത്തിയല്ല. മോരും വെള്ളമൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. ഞങ്ങൾ നേർച്ചക്കഞ്ഞി വാങ്ങിയായിരുന്നു കേട്ടോ. അതാണ് ഇപ്പം മറിഞ്ഞു പോയത്. കുഴപ്പമില്ല, എന്നാലും ഒന്നും പോയിട്ടില്ല. പപ്പ അങ്ങനെ കാറിൽ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ല, ഞാനിവിടെ ഇത് എന്തൊക്കെയോ അമ്മയെടുത്ത് പറയുകയാണ് കേട്ടോ ഗൈസ്. മുത്തു എവിടെയുണ്ട്, റിച്ചനുണ്ട്, പപ്പുമ്മയുണ്ട് കേട്ടില്ലേ ഗൈസ്. വീട്ടിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. കാറ്റ് കൊണ്ടിട്ട് ഞങ്ങൾ നല്ല സുഖം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ വൈകുന്നേരമായി കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ നഗരി കാണിക്കലിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സീനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ മാതാവ് ഈശോയൊക്കെ വരുന്നുണ്ട്. എല്ലാം മരണമണിയൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് തുടങ്ങി കേട്ടോ ഗൈസ്. ഗൈസ്, അപ്പോൾ ഈ സീനൊക്കെ അമ്മ എടുത്തായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയി ക്യൂ നിൽക്കുന്നപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു നിൽക്കണ്ട, അമ്മ എടുത്തോളാം. അതുകൊണ്ട് അമ്മ എടുത്ത സീനാണ് കണ്ടില്ലേ. എല്ലാവരും ഉരുളുന്നു എന്ന് വെച്ചാൽ ഒരു നേർച്ചയാണ് കേട്ടോ. അവരുടെ ഉരുളുന്ന നേർച്ചയാണത്. അല്ല, അവിടെയാണ് മറ്റേ മാലയൊക്കെ കിടക്കുന്നുണ്ട്. അതാണ് ഈശോൻ്റെ രൂപം കേട്ടോ ഗൈസ്. ഞങ്ങൾ നേർച്ചയിടാൻ പോകുമായിരുന്നു കണ്ടില്ലേ. പിന്നെ ഞങ്ങൾ കഞ്ഞി കുടിക്കാനായിട്ട് വന്നതാണ്. രാവിലെ എടുക്കാൻ പറ്റാത്ത കാരണമാണ് ഈ ഗൈസ് ഇങ്ങനെ കാണിക്കുന്നത്. രാത്രിയായി, കഞ്ഞി തീരാറായി. എന്നാലും ഉള്ളതൊക്കെ കൊണ്ട് ഞങ്ങൾ കഴിച്ചിട്ട് പോകുന്നു. എല്ലാവരും ഉണ്ട്, കുറച്ച് പേരുണ്ട്. അങ്ങനെ